ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നമ്മളെ ഡെയിലി ലൈഫിലൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് അവരുടെ തലയിലുള്ള താരനും പേനും ഒക്കെ എങ്ങനെ കളയാമെന്നുള്ള നല്ലൊരു ടിപ്പാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തലയിൽ നല്ല പേനുണ്ടാവും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിൽ പറയും വേണ്ട. അതുപോലെ തന്നെ താരം കൂടിപ്പോയിക്കുകയാണെങ്കിലോ നമ്മളെ മുടി നന്നായിട്ട് പൊട്ടിപ്പോവുകയും ചെയ്യും, കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് താരനെയും പേരനെയൊക്കെ നമുക്ക് ഓടിക്കാം. അപ്പോൾ അതിന് നമ്മളെ കിച്ചണിലുള്ള ചെറിയ സാധനങ്ങൾ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 5 ഇല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി. അപ്പോൾ ഇഞ്ചി ആൻറ്റി ബാക്ടീരിയ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ തലയിലെ പേനൊക്കെ ഓടിപ്പോയിക്കോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3-4 തണ്ട് കറിവേപ്പില പിന്നെ നമ്മളെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ കുറച്ച് തുളസിയിലയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. തുളസിയില നമ്മൾ പണ്ട് മുതലേ ആദ്യമൊക്കെ തലയിൽ നമ്മൾ ജസ്റ്റ് പേൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ടിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും വിട്ടുപോകരുത്. അതുപോലെ തന്നെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് എല്ലാവരും കാണുക. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വലിയ പീസായത് കാരണം ഒന്ന് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പീസാക്കി കൊടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ അരയോളൂ, കാരണം ഇലകളൊക്കെ ഉള്ളതല്ലേ. പിന്നെ നമ്മൾ വെള്ളം കൂട്ടാണ്ട് വേണം കേട്ടോ അരക്കാൻ, അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളും അരിപ്പയും കൂടി വെച്ചിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിപ്പയിൽ അരിക്കണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് അതിലിത് ഇട്ട് കൊടുത്തിട്ട് പിഴിഞ്ഞെടുത്താലും മതി. ഞാനിങ്ങനെ അരിപ്പയിലാണ് അരച്ചെടുക്കുന്നത്. പറ്റുന്ന പോലെയൊക്കെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ നീരെടുക്കണം കേട്ടോ. ഇപ്പം അത് അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പോരുന്നില്ല, നന്നായിട്ട് പ്രസ് ചെയ്യണം. അപ്പോൾ ഇത്ര നീരാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അല്ല നമ്മൾ ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ അതിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പാത്തുവിൻ്റെ തലയിൽ അത്യാവശ്യത്തിന് ഈരുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും നല്ല ഈരുണ്ട് കേട്ടോ. എന്നാൽ പേന എത്ര അല്ല, ഈര് നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാനത് അവളുടെ തലയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. രാത്രി കിടക്കുമ്പോൾ നമ്മൾ തലയിൽ തേച്ച് കൊടുത്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാലും മതി. അല്ലെങ്കിൽ നമ്മൾ രാവിലെ തേച്ചിട്ട് ഒരു 3-4 മണിക്കൂർ അങ്ങനെ തല വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. പക്ഷേ തലയിൽ നമ്മൾ നന്നായിട്ട് സോപ്പോ ഷാമ്പോ ഒക്കെ ഇട്ടിട്ട് കഴുകി കളയണം. അല്ലെങ്കിൽ തല ഒരു മാതിരി സ്മെല്ലുണ്ടാവും, കാരണം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഞാനിത് അവളുടെ തല ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഈര് പോലും തലയിലില്ല. നേരത്തെ തലയും ഇപ്പോഴത്തെ തലയും തമ്മിൽ ഒരുപാട് മാറ്റം കേട്ടോ. എല്ലാ ഈരും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.